ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിനെ കുറിച്ച് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർച്ചുകാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്ത് കിട്ടിയൊരു വാർത്ത എന്ന് പറയുന്നത്. മലപ്പുറം തിരൂറിൽ പിന്നെ ഒരു എ ഡി സൂപ്പർ മാർക്കറ്റ് ശൃംഖല എന്ന് പറഞ്ഞ് 500-ലധികം ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും സമാഹരിച്ച് 100 കോടി ഉണ്ടാക്കിയ ഒരാൾ മുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. 3000 കോടിയുടെ തട്ടിപ്പിന് കൂട്ടുനിന്ന് ഇപ്പം 200 കോടിക്ക് കാവൽ നിന്ന് ഈ 200 കോടി രൂപ കമ്പനി തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വീതിച്ച് തരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും പ്രതാപനും ശ്രീനക്കും ഒക്കെ ജയ് വിളിക്കുന്നതും അവരിടുന്ന പോസ്റ്റിന് താഴെ സൂപ്പറാണ്, നമ്മളുണ്ട് കൂടെ, നമ്മളുണ്ട് നിങ്ങളെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് ഈ തട്ടിപ്പിനെ കളിയാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചാണ് കളിയാക്കുന്നത്. അവർ ഈ തട്ടിപ്പ് മനസ്സിലായ പാട് തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഏജൻറ്റുമാരടക്കം അവർക്കൊക്കെ ബോധ്യം വന്നു. ഈ ഏജൻറ്റുമാർ പറയുന്നത് എൻ്റെ കെയർ ഓഫിൽ 10 കോടി നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, എൻ്റെ കെയർ ഓഫിൽ 20 കോടി നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതേസമയം ഹൈറിച്ചിൻ്റെ ഏജൻറ്റുമാർ കോടികളുണ്ടാക്കിയ ആൾക്കാരുടെ ഫോട്ടോ ഇപ്പോൾ കുത്തിപ്പൊക്കി തെറി വിളിക്കുന്നു. ചില ആൾക്കാർ കോടികൾ ഉണ്ടാക്കിയവർ ഇപ്പം ഹൈറിച്ചിൻ്റെത് പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ കുത്തിയിരുന്ന് ഡിലീറ്റ് ആക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് പാവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും പ്രതാപൻ ദൈവവും ശ്രീന ദേവിയും ഒക്കെയാണ്. അവർ ചെയ്തത് തട്ടിപ്പല്ലാത്ത ഒരു പരിപാടിയാണ്. അവർ ഈ അവർ ചെയ്ത മണി ചെയിൻ മാത്രം എന്തോ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മണി ചെയിനും ബാക്കിയുള്ള മണി ചെയിനൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാ സർക്കാരുകളും നിരോധിച്ച ഒരു സാധനമാണ്. ഇവർ ചെയ്ത മണി ചെയിൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സാധനമാണ്. അത് ചില തട്ടിപ്പുകളൊക്കെ തട്ടിപ്പുകളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, അത് ദൈവത്തിൻ്റെ കളിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അർജൻറ്റീന കൈനെ കൊണ്ട് ഗോളടിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ ഗോളാണ്. എല്ലാവർക്കും അറിയാം അത് ഹാൻഡ് ബോളായിരുന്നു, മാങ്ങ വരയ്ക്കുന്ന അല്ല തേങ്ങ വരയ്ക്കുന്ന പോലെ ഇട്ട ഒരു ഗോളായിരുന്നു എന്ന്. പക്ഷേങ്കിൽ അതിനെയും പറയുക അത് ദൈവത്തിൻ്റെ ഗോളായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ചിലരുടെ ജീവിതം അത് മറ്റ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ ഒരു ദൈവത്തിൻ്റെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വരും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഉളുപ്പുണ്ടോ ഹൈറിച്ചോളികളെ? നിങ്ങൾക്കൊന്നും ഇപ്പോൾ നേരം കൊടുത്തില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ തൻ്റെ ഉണ്ടെങ്കിൽ ഈ 2000 മുതൽ മണി ചെയിൻ ചെയ്ത് ജയിൽവാസം അനുഷ്ഠിക്കുന്ന പ്രതാപനെതിരെ നിയമപരമായിട്ട് നീങ്ങുക എന്നാണ് പറയാനുള്ളത്. ബൈ.